അപ്പോൾ ഇത്തവണ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള പോയിന്റുകൾ എന്തൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊന്ന് ടൈപ്പ് ചെയ്യാവോ? ബേസിക് ആയിട്ട് നമ്മുടെ കോയിൻ ഫോർജ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? ജസ്റ്റ് നിങ്ങളിൽ എത്ര പേര് അതിനെ കുറിച്ച് ഇൻവോൾവ് ആണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലെ എത്ര പേർക്ക് അറിയാം? ഓക്കെ, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതില് ബ്ലോക്ക് ചെയിന് പറഞ്ഞിട്ടുണ്ട്, 2 പേര് പറഞ്ഞിട്ടുള്ളൂ. Web3, ഓക്കെ. Web3 ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം ആണ്, ഡീസെൻട്രലൈസ്ഡ് ആണ്, സ്മാർട്ട് കോൺട്രാക്ട് ആണ്. ഓക്കെ, കറക്റ്റ് ആണ്. ഓരോരുത്തർ പറയുന്ന കാര്യം ക്രിപ്റ്റോ കറക്റ്റ് ആണ്. ഓക്കെ, ഷബ്ന മാഡം എന്തായാലും കറക്റ്റ് ആയിട്ട് അതിന്റെ ഒരു എന്താ പറയാ ഓർഡർ ഒക്കെ ചെയ്തിട്ടൊരു 4ഓളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോയിൻ ഫോർജിന്റെ ബേസിക് എന്ന് പറയുന്നത് 4 കാര്യങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അതിനെ ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം പലപ്പോഴും നമുക്കൊക്കെ ഒരുപാട് തരത്തിലുള്ള മിസ്റ്റേക്കുകൾ നമ്മൾ പ്ലാൻ പ്രസന്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ ഒരുപാട് ആവർത്തനങ്ങളൊക്കെ വരാറുണ്ട് അല്ലെ. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളത് എന്തായാലും നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഓരോ ദിവസം ചെല്ലും തോറും നമ്മൾ കൂടുതൽ കൂടുതൽ എന്ത് ചെയ്യണം, അപ്ഡേറ്റഡ് ആയിട്ട് വരണം. കാരണം നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ശരിക്കും പറഞ്ഞാല് ഒരു ചലഞ്ചിങ് മോഡിലാണ് നിൽക്കുന്നത്. ഒരു Web3 കോൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിലുള്ള വ്യക്തികൾക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ഓരോ വ്യക്തികളെയും മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ആപ്റ്റ് ആവുന്ന രീതിയിൽ പ്ലാൻ പ്രസന്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ രീതിയിലും ഉള്ള പ്ലാൻ പ്രസന്റേഷൻ പഠിച്ചെടുക്കൽ നിർബന്ധമാണ്. ഒരു തനി നാടൻ പ്ലാൻ പ്രസന്റേഷനും ഏറ്റവും പീക്ക് ലെവലിൽ എങ്ങനെ കോയിൻ ഫോർജിന്റെ പ്ലാൻ പ്രസന്റേഷൻ കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡുകളിലൂടെ എന്തായാലും പഠിച്ചെടുക്കേണ്ടത് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് സൂചിപ്പിച്ച കാര്യമാണ്, നമുക്ക് ഒരു 4 പോയിന്റുകളാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നമ്മുടെ BOP-കളിലൊക്കെ നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യം കൂടിയാണ്. ഡീസെൻട്രലൈസേഷനെ കുറിച്ചും ബ്ലോക്ക് ചെയിനെ കുറിച്ചും അതുപോലെ തന്നെ സ്മാർട്ട് കോൺട്രാക്റ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസിനെ കുറിച്ചിട്ടും. നിങ്ങളില് എത്ര പേർക്കറിയാം നമ്മുടെ ഗവൺമെന്റ്, അതായത് നമ്മൾ നിൽക്കുന്ന ഈ ഒരു സംസ്ഥാനത്തെ ഗവൺമെന്റ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അഡോപ്റ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എത്ര പേർക്കറിയാം? യെസ് ഓർ നോ, അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയാവോ? നമ്മുടെ നമ്മുടെ ഗവൺമെന്റ്, നമ്മൾ പുറത്തേക്കൊന്നും എടുക്കേണ്ട, നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ കുറിച്ച് സംസാരിക്കണ്ട, നമ്മൾ തൊട്ടപ്പുറത്തുള്ള ദുബായിയെ കുറിച്ച് സംസാരിക്കണ്ട, നമ്മൾ ലോകത്തുള്ള മറ്റുള്ള രാജ്യങ്ങളെ കുറിച്ച് സംസാരിക്കണ്ട. നമ്മൾ നിൽക്കുന്ന, നമ്മള് ദിവസവും കാണുന്ന മീഡിയകളിലൊക്കെ കാണുന്ന നമ്മുടെ ഗവൺമെന്റ്. ഞാൻ കഴിഞ്ഞ ഒരു മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്, നമ്മുടെ രാഹുൽ ഗാന്ധി നമ്മുടെ കേരള ഗവൺമെന്റിനെ പറ്റി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. എല്ലാം തന്നെ ഡീസെൻട്രലൈസേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ് നമ്മുടെ. ഏറ്റവും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ജസ്റ്റ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ കൃത്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾമോസ്റ്റ് ഒരുപാട് മേഖലകളിൽ, ഗവേണൻസ് മേഖലകളിലായിക്കോട്ടെ, സപ്ലൈ ചെയിനിലായിക്കോട്ടെ, അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഗവൺമെന്റ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഡിജിറ്റൽ സർവേ, ലാൻഡിന്റെ കാര്യങ്ങളിൽ ഒക്കെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഗവൺമെന്റ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിൽ പലരും അറിയാത്തൊരു കാര്യമായിരിക്കാം, ചിലപ്പോ കുറെ പേർക്ക് അറിയുന്ന കാര്യമായിരിക്കാം. നമ്മുടെ ഗവൺമെന്റ് ഏതൊക്കെ സെക്ടറുകളിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ ഓരോരുത്തരും നമ്മൾ നിൽക്കുന്ന മേഖലയെ കുറിച്ച് നമ്മൾ പഠിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ നമ്മൾ നിൽക്കുന്ന മേഖലയിൽ നമ്മുടെ ഗവൺമെന്റ് ഏതൊക്കെ രീതിയിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ നോക്കുക. ഓക്കെ, അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. അത് ഏത് ബ്ലോക്ക് ചെയിൻ ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം 4 തരത്തിലുള്ള ബ്ലോക്ക് ചെയിനുകളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, നമ്മുടെ കോയിൻ ഫോർജ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആദ്യത്തെ കാര്യം, ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഡീസെൻട്രലൈസേഷൻ ആണ്. ഓക്കെ, നമ്മളെ ഒരു ഓർഡറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പ്ലാനുകളൊക്കെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം പറഞ്ഞു.
ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് കോൺസെപ്റ്റ് വരാനുള്ള കാര്യം എന്താണെന്നറിയോ? ഡീസെൻട്രലൈസ്ഡ് കോൺസെപ്റ്റ് വന്നതിന്റെ പിറകിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റിയോ അതിനെ കൺട്രോൾ ചെയ്യുന്ന ലെവലിലായിരിക്കും ഉണ്ടാവുക. ഉദാഹരണത്തിന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാങ്ക് അല്ലെങ്കിൽ ഒരു കമ്പനി ഒക്കെയാണ്. അവര് എന്താണോ ഡിസൈഡ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും അവിടെ എന്ത് ചെയ്യുക, പേയ്മെന്റ് നടക്കുക, അവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. പക്ഷെ ഒരു ഡീസെൻട്രലൈസ്ഡ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാല് നല്ല രീതിയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം നടക്കുന്നത് അല്ലെ. ഡീസെൻട്രലൈസ്ഡ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു അതോറിറ്റി കൺട്രോൾ ചെയ്യാതെ, ഒരു എൻറ്റിറ്റി കൺട്രോൾ ചെയ്യാതെ, കംപ്ലീറ്റ്ലി അതിനെ എന്താ പറയാ, എവരി പാർട്ടിസിപ്പൻസ് അവരാണ്, ഓരോ വ്യക്തികളും ഇതില് ആരാണോ പാർട്ടിസിപ്പന്റ് ആവുന്നത് അവരിലൂടെയാണ് ശരിക്കും പറഞ്ഞാല് ഇത് നടന്നു പോകുന്നത്. ലോകത്തിലുള്ള ഓരോ വ്യക്തികളും എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ. അത് മാത്രമല്ല, ഇവിടെ നമുക്കൊക്കെ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ട്രാൻസാക്ഷനോ കാര്യങ്ങളൊക്കെ നടക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാല് അത് അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണെങ്കിൽ, ഇവിടെ ഒരു ഡീസെൻട്രലൈസ്ഡ് കോൺസെപ്റ്റിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇതിന്റെ കോപ്പി എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കും അല്ലെ. നമ്മളിപ്പോ പോളിഗൺ സ്കാനിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എത്തർ സ്കാനിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ BSC സ്കാനറിൽ പോയി കഴിഞ്ഞാലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ബ്ലോക്ക് ചെയിനുകളുടെ സ്കാനറുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതിലൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ നമുക്ക് ബ്ലോക്കുകളെ കാണാൻ സാധിക്കും. ആ ബ്ലോക്കുകളിലൊക്കെ തന്നെ ഈ ഡാറ്റ എന്താണ്, ഓൾറെഡി സേവ് ആയിരിക്കും. നമുക്ക് ആരുടെ ഏത് ഡാറ്റ വേണമെങ്കിലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എടുത്ത് നോക്കാൻ പറ്റുന്നതാണ്. അവിടെ വേറെ പ്രത്യേകിച്ചുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ളതാണ്, ഒരു ഡീസെൻട്രലൈസ്ഡ് കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇതറിയാത്ത അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാത്ത കുറെ ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടി ഒന്നും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ പോകുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ പറയേണ്ട കാര്യം ഡീസെൻട്രലൈസേഷനെ കുറിച്ചിട്ട് പറഞ്ഞു തുടങ്ങിയിട്ട് വേണം നമ്മുടെ പ്രൊജക്ട് എന്താണെന്നുള്ളത് പറയാൻ. ഓക്കെ, അപ്പോ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കോയിൻ ഫോർജിനകത്ത് എങ്ങനെയാണ് അവിടെ ഡീസെൻട്രലൈസേഷൻ പ്രവർത്തിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ഒരു CEO കൺട്രോൾ ചെയ്യുന്നില്ല അല്ലെ. അതുപോലെ തന്നെ ഒരു അഡ്മിൻ നമ്മളെ കൺട്രോൾ ചെയ്യുന്നില്ല, അവര് ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഓരോ ഫങ്ഷൻസും ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റഡ് ആണ്. ഇവിടുത്തെ രജിസ്ട്രേഷൻ ആയിക്കോട്ടെ, ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന റിവാർഡ്സ് ആയിക്കോട്ടെ, ഇനി വരാനിരിക്കുന്ന റോയൽറ്റി ആയിക്കോട്ടെ, എല്ലാം തന്നെ ഒരു ഡീസെൻട്രലൈസ്ഡ് സ്മാർട്ട് കോൺട്രാക്ട് പ്രോഗ്രാമിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു നിലയിൽ പോകുന്നത്. നേരെ മറിച്ച് ഇതൊരു ബാങ്കിങ് ഒക്കെ ആണെങ്കിൽ അവിടെ നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ട് കംപ്ലീറ്റ് എന്തുണ്ടാവും, അല്ലെങ്കിൽ ഒരു കമ്പനി ആണെങ്കിൽ അവിടെ നമ്മളെ ഫുൾ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ ആൾക്കാരുണ്ടാവും. അപ്പോ ഇതിന്റെ ഒരു ഡീസെൻട്രലൈസ്ഡ് കോൺസെപ്റ്റിന്റെ ഒരു കോർ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഫസ്റ്റത്തെ കാര്യം ഒരു സെൻട്രൽ അതോറിറ്റിയുടെ കൺട്രോൾ ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡാറ്റയും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു ഡാറ്റ മാനിപ്പുലേറ്റ് നടക്കില്ല എന്നുള്ളതും, ലോകത്തിന്റെ എവിടെ ഇരുന്നു കൊണ്ടും ഒരു ഡീസെൻട്രലൈസ്ഡ് കോൺസെപ്റ്റിന്റെ ഭാഗമാകാൻ സാധിക്കും എന്നുള്ളതുമാണ് ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഫുൾ ട്രാൻസ്പെറൻസി ഫോർ എവ്രി വൺ അല്ലെ. ഏതൊരു വ്യക്തിക്കാണെങ്കിലും ഇവിടെ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഒരു ഡീസെൻട്രലൈസ്ഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്ന ഒരു ആശയം വരുന്ന സമയത്ത്, അങ്ങനെ ഒരു ആശയം കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നെങ്കിൽ 2008 ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ആശയത്തെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ഒരു ക്രിപ്റ്റോ കറൻസിയിലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു ആശയം വന്നിട്ടുണ്ടായിരുന്നത്. ആശയത്തെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് ആയിട്ട് എന്ത് വേണം, അവിടെ ഒരു മെക്കാനിസം വേണം അല്ലെ. ഒരു ആശയം ഉണ്ടെങ്കിൽ ആശയത്തെ വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ അവിടെ ഒരു മെക്കാനിസം വേണം. ആ മെക്കാനിസത്തെ പറയുന്ന പേരാണ് എന്ത്, ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മള് എന്താ പറയാ, അതിന് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അതിന് ഒരുപാട് കാര്യങ്ങളിലൂടെ പഠിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ നമ്മൾ രണ്ട് രീതിയിലും പഠിച്ചെടുക്കുക എന്നുള്ളത് കോയിൻ ഫോർജ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു Web3 കടന്നിട്ടുള്ള നമ്മൾ ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ബ്ലോക്ക് ചെയിനുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയാ, പബ്ലിക് ബ്ലോക്ക് ചെയിൻ ഉണ്ട്, പ്രൈവറ്റ് ബ്ലോക്ക് ചെയിൻ ഉണ്ട്, ഹൈബ്രിഡ് ബ്ലോക്ക് ചെയിൻ ഉണ്ട്, സെമി ഡീസെൻട്രലൈസ്ഡ് ബ്ലോക്ക് ചെയിനുകൾ ഉണ്ട്. ബ്ലോക്ക് ചെയിന് പറയുന്ന മറ്റൊരു പേര് ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ടെക്നോളജി എന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ.
നമ്മൾ ഓരോ പുതിയ പുതിയ വാക്കുകൾ കേൾക്കുമ്പോഴും അത് നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ടെക്നോളജി എന്ന് വരുന്നുണ്ടെങ്കിൽ തന്നെ ആ പേരിനകത്ത് തന്നെ അത് കൃത്യമായിട്ട് എന്തുണ്ട് നമുക്ക് പ്രതിപാദിക്കുന്നുണ്ട്. എന്താണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. നമ്മൾ ഓരോ കാര്യങ്ങളുടെയും അതിന് വേറെ ഏതൊക്കെ വേർഡുകൾ ഉണ്ട് എന്നുള്ളത് പോലും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മുടെ മുന്നിൽ നമ്മൾ പോയിരിക്കുന്നത് ചിലപ്പോ നല്ല രീതിയിൽ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തായിരിക്കും. അവര് വെൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കും. അപ്പൊ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ബിസിനസ് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ക്ലോസിങ്ങിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വേർഡുകളെയൊക്കെ നമ്മൾ ജസ്റ്റ് പഠിച്ചെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു ഒരു ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ അതിന്റെ ഒരു മെക്കാനിസം ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ് എന്ത് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു റെക്കോർഡ് ബുക്ക് മാത്രമാണ്. ഇവിടെ നടക്കുന്ന ട്രാൻസാക്ഷനുകളെ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റെക്കോർഡ് ബുക്ക് മാത്രമാണ് എന്ത് ഈ ഒരു ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ഇതിന് ഒരു ട്രാൻസാക്ഷൻ നടക്കണമെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഏതൊരു ചെയിനായാലും ആ ചെയിനിലൂടെ ഒരു ട്രാൻസാക്ഷൻ നടക്കണമെങ്കിൽ അവിടെ ഒരു അൺബ്രേക്കബിൾ ചെയിനാവും ഉണ്ടാവുക അല്ലെ. ഒരുപാട് ബ്ലോക്കുകൾ ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നുണ്ടാവും. അപ്പോ ഞാനും നമ്മുടെ എന്താ പറയാ പ്രവീൺ സാറും തമ്മിലുള്ള ഒരു ട്രാൻസാക്ഷൻ ആണെങ്കിൽ അത് അതിനിടയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ബ്ലോക്കുകൾ ക്രിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു മിനിറ്റിനകത്ത് എത്രത്തോളം ബ്ലോക്ക് ക്രിയേറ്റ് ആവുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് പോളിഗൺ സ്കാൻ പോലെയുള്ള ആപ്ലിക്കേഷൻ ത്രൂ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റ് ത്രൂ പോയി കഴിഞ്ഞാൽ ഓരോ 30 സെക്കൻഡിലും ഓരോ 60 സെക്കൻഡിലും എത്രത്തോളം ബ്ലോക്കുകളിലൂടെ ഈ ഒരു കാര്യം നടന്നു പോകുന്നുണ്ട്, ഡാറ്റ ട്രാൻസാക്ഷൻ നടന്നു പോകുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ പറ്റും. ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാണ് പറയാൻ ശ്രമിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബ്രേക്ക് ചെയ്യാത്ത തരത്തിലുള്ള ഒരു ചെയിൻ ആണ്, അൺബ്രേക്കബിൾ ചെയിൻ ആണ് എന്ത് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ഓരോ ട്രാൻസാക്ഷനകത്തും എന്തുണ്ട്? ഒരുപാട് ബ്ലോക്കുകൾ ക്രിയേറ്റ് ആവുന്നുണ്ട്. ആ ക്രിയേറ്റ് ആവുന്ന ബ്ലോക്കുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ട്രാൻസാക്ഷൻ നടക്കുന്നത്. അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു തരത്തിലും യാതൊരു മാനിപ്പുലേഷൻസും സാധ്യമല്ല എന്നുള്ള ഒരു കാര്യമാണ്. അത് മാത്രമല്ല ഇവിടുത്തെ ഓരോ ട്രാൻസാക്ഷനുകളെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, ലോകത്തുള്ള എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ കാണാൻ സാധിക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ യാതൊരു തരത്തിലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനെ ബ്രേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇവിടെ കോയിൻ ഫോർജ് എന്ന് പറയുന്ന നമ്മുടെ പ്രൊജക്റ്റിനകത്ത് ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ ട്രാൻസാക്ഷനും അല്ലെ, നമുക്കറിയാം ഇവിടെ ഒരു ജോയിനിങ് നടക്കുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയിൻ കണക്റ്റഡ് ആണ്. അതിന്റെ ഡാറ്റ നമുക്ക് എന്താണ്? ലോകത്ത് എല്ലാവർക്കും ഒരുപോലെ അവൈലബിൾ ആണ്. അതുമാത്രമല്ല നമുക്കിവിടെ ഒരു റിവാർഡ് ഡിസ്ട്രിബ്യൂഷൻ കിട്ടുന്നുണ്ടെങ്കിൽ, നമുക്കിവിടെ ഒരു റിവാർഡ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന കുറച്ച് വാക്കുകൾ റഫറൽ കമ്മീഷൻ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഒരു റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? റിവാർഡാണ് അല്ലെ. നമുക്ക് നമ്മൾ അധ്വാനിച്ചതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രതിഫലമാണ് ആ നിലയിൽ കിട്ടുന്നത്. ആ ഒരു റിവാർഡ് ഇവിടെ കിട്ടുന്നത് ഏത് മെത്തേഡിലാണ്? ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി കണക്ട് ചെയ്തത് കൊണ്ട് തന്നെ വിത്തിൻ സെക്കൻഡിൽ അത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓരോ റിവാർഡ് ഡിസ്ട്രിബ്യൂഷനും എല്ലാം തന്നെ എന്താണ്? ആ ബ്ലോക്കുകളിൽ കൃത്യമായിട്ട് റെക്കോർഡ് ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മളൊരു രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൺഫേം ചെയ്യാനായിട്ട് നമുക്ക് തന്നെ അവരുടെ വാലറ്റ് അഡ്രസ് ഒക്കെ വാങ്ങിക്കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ഏത് ബ്ലോക്കുമായിട്ടാണ് അല്ലെ ഏത് വ്യക്തിയുമായിട്ടാണ് ഇത് കണക്ട് ആയിട്ടുള്ളത്, നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അങ്ങനെ ഒരു റെക്കോർഡ് അവിടെ ആ ഒരു ബ്ലോക്കിൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു തരത്തിലും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു തരത്തിലും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിനെ മറച്ചു വെക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഈ ഒരു പ്രൊജക്ടിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഓരോ വ്യക്തികൾക്കും എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ട്രാൻസാക്ഷനെ വെരിഫൈ ചെയ്യാൻ ബ്ലോക്ക് ചെയിൻ എക്സ്പ്ലോററിലൂടെ നമുക്ക് സാധിക്കും. നമ്മുടെ ബ്ലോക്ക് ചെയിൻ എക്സ്പ്ലോറർ എന്ന് പറയുന്നത് എന്താണ്? പോളിഗൺ സ്കാൻ ആണ്. അപ്പോൾ ഓരോ നെറ്റ്വർക്കിനും അതിൻ്റെതായിട്ടുള്ള തരത്തിലുള്ള എക്സ്പ്ലോററുകൾ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു പബ്ലിക് ബ്ലോക്ക് ചെയിൻ ആണ്. ഓക്കെ, പബ്ലിക് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുമ്പോൾ
എത്തേറിയത്തിന്റെ സെക്കൻഡ് ലെയർ എന്നറിയപ്പെടുന്ന ഒരു ബ്ലോക്ക് ചെയിൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പോളിഗൺ എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിൻ ആണ് സെക്കൻഡ് ലെയർ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ ഡീസെൻട്രലൈസ്ഡ് ആപ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതും ഈ പറയുന്ന പോളിഗന്റെ ബ്ലോക്ക് ചെയിൻ ആണ്. ഓക്കെ, അപ്പോ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് എന്താ പറയാ, നേരത്തെ പറഞ്ഞ പബ്ലിക് ബ്ലോക്ക് ചെയിൻ ഉണ്ട്. ആ പബ്ലിക് ബ്ലോക്ക് ചെയിൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രൈവറ്റ് ബ്ലോക്ക് ചെയിനുകൾ ഉണ്ട്, അതുപോലെ തന്നെ ഹൈബ്രിഡ് ഉണ്ട്, അതുപോലെ തന്നെ സെമി ഡീസെൻട്രലൈസ്ഡ്. ഇതൊക്കെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കേരള ഗവൺമെന്റ് യൂസ് ചെയ്യുന്നത് ഒരിക്കലും എന്തല്ല, പബ്ലിക് ബ്ലോക്ക് ചെയിൻ അല്ല. പബ്ലിക് ബ്ലോക്ക് ചെയിൻ അകത്ത് വരുമ്പോഴാണ് അത് ലോകത്തെ എല്ലാവർക്കും ഒരുപോലെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഇപ്പോ യൂസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈബ്രിഡ് ബ്ലോക്ക് ചെയിനും അതുപോലെ തന്നെ പ്രൈവറ്റ് ബ്ലോക്ക് ചെയിനുകളൊക്കെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് അതിന്റെ കൺട്രോൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഗവൺമെന്റിന്റെ അഡ്മിൻസ് പാനൽ അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യേണ്ടത് ആരാണോ അവർക്കാണുള്ളത്. ഓക്കെ, പക്ഷെ ഇവിടെ എന്തുകൊണ്ട് അവിടെയും ഇവിടെയും തമ്മിലുള്ള ഒരു സിമിലാരിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതെല്ലാം തന്നെ എന്താണ്, റെക്കോർഡ് ആണെന്നുള്ളതാണ്. ആർക്കും തന്നെ യാതൊരു തരത്തിലും എഡിറ്റ് ചെയ്യാനോ മറ്റുള്ള രീതിയിലുള്ള മാനിപ്പുലേഷൻസ് കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ ഏറ്റവും വലിയ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ ഒരു കോർ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കംപ്ലീറ്റ്ലി ടാമ്പർ പ്രൂഫ് ആണ്. ഒരു നിലക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു അറ്റാക്കും കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ട്രാൻസ്പെറന്റ് ആണ്, അതുപോലെ തന്നെ അതിന്റെ വെരിഫൈഡ്, ഒരു തവണ വെരിഫൈ ആയി കഴിഞ്ഞാൽ അത് പിന്നെ അവിടെ ആ ഒരു ഹിസ്റ്ററിയിൽ എല്ലാ കാലത്തും അതേപോലെ ഉണ്ടാവുന്നുള്ളതാണ്. ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു റെക്കോർഡാണ് അവിടെ ഉണ്ടാവുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഡീസെൻട്രലൈസ്ഡ് ഒരു ആശയം എന്ന് പറയുന്നത് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള മെക്കാനിസം ആണ് എന്ത്, ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ബ്ലോക്ക് ചെയിൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഡാറ്റ ട്രാൻസാക്ഷനുകളെ രേഖപ്പെടുത്തുന്ന ഒരു ഡിജിറ്റൽ ലെഡ്ജർ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ബുക്ക് മാത്രമാണ് ഇത് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. നമ്മൾ അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആഴത്തിലായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോ ഗവൺമെന്റ് ഒക്കെ യൂസ് ചെയ്യുന്ന ബ്ലോക്ക് ചെയിനുകളിൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഗ്യാസ് ഫീസ് ഈടാക്കുന്നില്ല. ഓക്കെ, ഗ്യാസ് ഫീസ് ഈടാക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പബ്ലിക് യൂസ് ചെയ്യുന്ന പബ്ലിക് ബ്ലോക്ക് ചെയിനുകളിലാണ് എന്ത് ചെയ്യുന്നത്, ഗ്യാസ് ഫീസ് ഈടാക്കുക. മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അഡ്മിന് അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഗവൺമെന്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരാണ് അതിനെ വെരിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഗ്യാസ് ഫീസിന്റെ ആവശ്യമില്ല. പക്ഷെ നമ്മളൊരു പബ്ലിക് ബ്ലോക്ക് ചെയിനിലായതുകൊണ്ട് നമ്മുടെ ട്രാൻസാക്ഷനുകളൊക്കെ നടക്കുന്ന സമയത്ത് എന്തുണ്ട്, അതിനെ കൃത്യമായി വെരിഫൈ ചെയ്യുന്നത് പബ്ലിക് ആണ്. ഏതൊരു വ്യക്തിക്കും അതിനെ വെരിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ ഇത്തരത്തിലൊരു എന്താ പറയാ ടെക്നോളജി വരുന്ന സമയത്ത് ആ ഒരു ടെക്നോളജിയെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അല്ലെ, അതിനെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അവിടെ ഒരു കാര്യം ആവശ്യമാണ്. അത് ഈ ഒരു ടെക്നോളജി ഉണ്ടെങ്കിൽ കൂടി ആ ടെക്നോളജി എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള കാര്യത്തെ പറയുന്ന പേരാണ് സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും ഓരോ കോഡിങ്ങുകളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ, മെഡിക്കൽ കോഡിങ്. ഈ കോഡിങ് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ കാര്യത്തെയും വളരെ സിമ്പിൾ ആയിട്ട് അല്ലെ, വളരെ ഷോർട്ട് ലിസ്റ്റോട് കൂടിയിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ മെഡിക്കൽ കോഡിംഗ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേര് ഇന്ന് അവൈലബിൾ ആണ്. ചിലപ്പോൾ നമ്മുടെ ഈ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേരുണ്ടാവും കേരള ഗവൺമെന്റ് ഉപയോഗിക്കുന്ന ബ്ലോക്ക് ചെയിൻ, ഹൈബ്രിഡ് ബ്ലോക്ക് ചെയിൻ. ഓക്കെ, എന്തായാലും അതിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നോക്കിയത് കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെ. ഹൈബ്രിഡ് ബ്ലോക്ക് ചെയിൻ പോലെയുള്ള പ്രൈവറ്റ് ബ്ലോക്ക് ചെയിൻ പോലെയുള്ള കാര്യങ്ങൾ ഓരോന്നിനും ഓരോ തരത്തിലാണ് യൂസ് ചെയ്യുന്നത്. ഗവേണൻസിന് വേണ്ടിയിട്ട് ഒരു കാര്യമാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് ലാൻഡ് പോലെയുള്ള കാര്യങ്ങൾക്ക് മറ്റുള്ള ബ്ലോക്ക് ചെയിനുകളാണ് യൂസ് ചെയ്യുന്നത്. സപ്ലൈ ചെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് മറ്റുള്ള ബ്ലോക്ക് ചെയിനുകളാണ്. എന്തായാലും പബ്ലിക് ബ്ലോക്ക് ചെയിനിലേക്ക് അത് എത്തിയിട്ടില്ല. ഓരോ തരത്തിലുള്ള ഓരോ കാര്യത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ബ്ലോക്ക് ചെയിനുകളെ നമ്മൾ ഡിഫറെന്റ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ നമ്മുടെ പ്രവീൺ സാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ കുറിച്ചിട്ട് ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ഞാനും അത്തരത്തിലുള്ള ഒരാളാണ്. കാരണം എന്റെ കയ്യിലേക്ക് ഒരു പുതിയ അറിവ് ആരെങ്കിലും പറയുന്ന സമയത്ത് ഞാനത് ഉള്ളതാണോ എന്നുള്ളത് എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് ChatGPT പോലെയുള്ള അല്ലെങ്കിൽ ഗൂഗിളിൽ നമുക്കിപ്പോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൽ AI മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലെ. ആ ഒരു AI മോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു ധാരണ ഉണ്ടാവും.
അവർ പറയുന്ന കാര്യങ്ങൾ ഓക്കെയാണ്, ഇല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. നമ്മൾ ഇതുവരെ നമ്മൾ സംസാരിച്ചിരുന്നത് കേരളത്തിന് പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ചായിരുന്നു അല്ലെ. കേരളത്തിൽ നമ്മൾ ആകെ പറയാറുള്ളത് എന്താണ്, കേരള ബ്ലോക്ക് ചെയിൻ അക്കാദമി ഉണ്ട് എന്നുള്ള ഒരു കാര്യം മാത്രമേ നമ്മൾ പറയാറുള്ളൂ. പക്ഷെ കേരള ബ്ലോക്ക് ചെയിൻ അക്കാദമി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒട്ടുമിക്ക സെക്ടറുകളും എന്തായിട്ടുണ്ട്, ബ്ലോക്ക് ചെയിനിലേക്ക് ആയിട്ടുണ്ട്. അപ്പോ എവിടെയും എന്തുണ്ട്, ഒരു സ്മാർട്ട് കോൺട്രാക്ട് നമുക്ക് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരു സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ എന്താ പറയാ, ശരിക്ക് ഒരു സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ഒരു പീസ് ഓഫ് കോഡ്, അത് ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണോ ആ ഒരു കാര്യത്തെ കുറിച്ചിട്ടുള്ള ഒരു കോഡിങ്ങിനെയാണ് എന്താ പറയുക സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അതിനെ ബ്ലോക്ക് ചെയിനിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അതൊരു ഡിജിറ്റൽ എഗ്രിമെന്റ് ആയിട്ട് മാറുന്നു. ഒരു ഡിജിറ്റൽ എഗ്രിമെന്റ് നമ്മൾ എങ്ങനെയാണോ, ഇപ്പോൾ നമ്മളിപ്പോ സാധാരണ രീതിയിൽ ചെയ്യുന്ന എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ എഗ്രിമെന്റുകൾ ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ വീട് ഒരു വർഷത്തേക്ക് 11 മാസത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വാടകയ്ക്ക് എനിക്ക് വേറൊരാൾ തരുന്നുണ്ട്. അവിടെ ഒരു 1-ാം പാർട്ടിയും 2-ാം പാർട്ടിയും ഒക്കെ കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതൊരു മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണെങ്കിൽ, ഇവിടെ വരുന്ന എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഒരു കോഡിങ്ങിലൂടെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. ആ ക്രിയേറ്റ് ചെയ്ത കാര്യത്തെ ബ്ലോക്ക് ചെയിനിലേക്ക് വൺസ് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണോ രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് ആ ഒരു രീതിയിൽ 100% ഒരു ഹ്യൂമന്റെ എറർ ഇല്ലാതെ, ഒരു വ്യക്തിയുടെയും കടന്നുകയറ്റമില്ലാതെ, സാധാരണ രീതിയിൽ നമ്മൾ പറയാറുണ്ടല്ലേ, മനുഷ്യർക്ക് തെറ്റുപറ്റുന്നു നമ്മൾ പറയാറുണ്ട് അല്ലെ. മനുഷ്യർക്ക് മാത്രമേ തെറ്റുപറ്റാറുള്ളൂ. ഒരു സിസ്റ്റം, പ്രത്യേകിച്ച് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നൊക്കെ ഒരു സിസ്റ്റം എങ്ങനെയാണോ അതിനെ കണക്ട് ചെയ്തിട്ടുള്ളത്, ആ കണക്ട് ചെയ്ത രീതിയിലൂടെ തന്നെ അത് മുന്നോട്ട് പോകുന്നുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്മാർട്ട് കോൺട്രാക്ട് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. 100% ഓട്ടോമേഷൻ ആണ്. അതായത് ഇവിടെ യാതൊരു തരത്തിലുള്ള ഒരു മാനുവൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല. അത് മാത്രമല്ല, ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഫെയർ ആക്യുറേറ്റ് പേ ഔട്ടുകൾ അല്ലെ. നമുക്കറിയാം എല്ലാ വ്യക്തികൾക്കും ഇവിടെ കോയിൻഫോർജ് എന്ന് പറയുന്ന പ്രൊജക്ടിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ പ്രൊജക്റ്റുമായിട്ട് കണക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഡിലേ നമുക്ക് വരാറുണ്ടോ, ഏതെങ്കിലും രീതിയിലുള്ള ഒരു മിസ്റ്റേക്സ് നമുക്ക് വരാറുണ്ടോ, ഏതെങ്കിലും രീതിയിലുള്ള ഒരു അഡ്മിന്റെ കൺട്രോൾ വരുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലൊന്നും തന്നെ ഇല്ല. കാരണം എന്താണ്, ഇത് കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കോഡിങ്ങിൽ എന്താണോ അവിടുത്തെ കണ്ടീഷൻസ് വെച്ചിട്ടുള്ളത്, നമ്മൾ മനസ്സിലാക്കുക, എന്താണോ അവിടുത്തെ കണ്ടീഷൻസ് വെച്ചിട്ടുള്ളത് ആ കണ്ടീഷനിലൂടെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കലി വിത്തൗട്ട് ഹ്യൂമന്റെ ആ ഒരു രീതിയിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സ്മാർട്ട് കോൺട്രാക്റ്റുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഉദാഹരണത്തിന് പറയുക വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോയിൻഫോർജ് എന്ന് പറയുന്ന പ്രൊജക്റ്റിനകത്ത് ഇൻ കേസ് നമ്മൾ ഒരു $100 ഒരു കാര്യം എടുക്കാം. ഓക്കെ, ഒരു $100 ഒരു സെക്കൻഡ് ലെവല് ആക്ടിവേഷൻ നടക്കുന്ന സമയത്ത്, ഓക്കെ, സെക്കൻഡ് ലെവല് നമ്മുടെ കോൺട്രാക്റ്റിന്റെ ആക്ടിവേഷൻ നടക്കുന്ന സമയത്ത് അതിലെ 40% റഫറൽ കമ്മീഷൻ അതിന്റെ സ്പോൺസർക്ക് പോകണം എന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സ്മാർട്ട് കോൺട്രാക്റ്റിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ 8% വീതം 5 സ്പോൺസർ അടക്കം 5 പേരിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ആവണം എന്നുള്ള കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്, ആ സ്മാർട്ട് കോൺട്രാക്റ്റിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ 20% ഇതിന്റെ ഡെവലപ്മെന്റിലേക്കും ഇതിന്റെ റോയാലിറ്റിയിലേക്കും പോകണം എന്നുള്ള കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ഈ ഒരു പ്രോഗ്രാമിനകത്ത് കയറി വന്നു കഴിഞ്ഞാൽ, ഒരു ജോയിനിങ് നടന്നു കഴിഞ്ഞാൽ അതിനുശേഷം നടക്കുന്ന ഒരു ആക്ടിവേഷന്റെ ഭാഗമായിട്ട് അവിടെ എന്ത് നടക്കണം എന്നുള്ളത്, ജോയിനിങ് ആയാലും ഈ ആക്ടിവേഷൻ ആയാലും എല്ലാം തന്നെ എന്താണ്, സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെയാണ് നടക്കുന്നത് അല്ലെ. നമ്മളെല്ലാവരും ആ സ്മാർട്ട് കോൺട്രാക്ട് കോൾ അപ്രൂവ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു പ്രൊജക്റ്റിനകത്തേക്ക് കയറി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ നടക്കുന്ന ഒരു പ്രോസസ്സും തന്നെ എന്ത് ചെയ്യില്ല, ഒരു കാരണവശാലും ഡിലേ ആവില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇവിടെ ഒരു അഡ്മിനും അതിനെ കൺട്രോൾ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അഡ്മിൻ കൺട്രോൾഡ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ്, ഒരു ആക്ടിവേഷൻ ഒരു സ്മാർട്ട് കോൺട്രാക്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ അഡ്മിൻ വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ വെയിറ്റ് ചെയ്യണം. അതാണ് ഒരു മാനുവൽ എന്ന് പറയുന്ന സിസ്റ്റത്തിൽ വരിക അല്ലെ. അപ്പോ അഡ്മിൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒരു റെസ്റ്റ് എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യില്ല, ആ ഒരു പ്രോസസ്സ് നടക്കില്ല. നേരെ മറിച്ച് ഇവിടെ കംപ്ലീറ്റ്ലി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, സിസ്റ്റത്തിലൂടെ എങ്ങനെ ഈ കാര്യങ്ങളെ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത് ആ കോഡില് ഇത് ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ പലർക്കും ഇത് ബോറടിക്കുന്ന കാര്യമായിരിക്കും. കാരണം ഇതൊക്കെ സ്ഥിരമായിട്ട് ഞങ്ങൾ കേൾക്കുന്നതല്ലേ,
ഇത് വീണ്ടും ഞങ്ങളൊക്കെ കേൾക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഓർഡറോട് കൂടിയിട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് ആശയം എന്നുള്ളത് മനസ്സിലാക്കുക. ആശയം എന്ന് പറയുന്നത് ഡീസെൻട്രലൈസ്ഡ് ആണ്. രണ്ടാമതായിട്ട് അതിൽ യൂസ് ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ആ യൂസ് ചെയ്യുന്ന മെക്കാനിസം എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ടെക്നോളജിയാണ്. അതിൽ എക്സിക്യൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കാര്യമാണെന്ത് സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത്. സ്മാർട്ട് കോൺട്രാക്ട് യൂസ് ചെയ്യുന്നതോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇതിനെ കംപ്ലീറ്റ്ലി ഓട്ടോമേഷനിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, ഈ ഓട്ടോമേഷനിൽ കൊണ്ടുവന്ന കാര്യങ്ങളെ നമുക്ക് വളരെ കൃത്യതയോട് കൂടിയിട്ട് ഇതിന്റെ ഡാറ്റ നമുക്ക് കിട്ടുന്നതാണ് എന്ത് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ടെക്നോളജി. ആ ഒരു ബ്ലോക്ക് ചെയിനിൽ നമ്മൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള ഈ സ്മാർട്ട് കോൺട്രാക്റ്റിനകത്ത് എന്താണോ രേഖപ്പെടുത്തിയിട്ടുള്ളത് അവിടെ ഒരു മിഡിൽ മാന്റെ സഹായം ഇല്ലാതെ നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ ഒരു ഡീസെൻട്രലൈസ്ഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് കോൺസെപ്റ്റ് പബ്ലിക്കിലാവുമ്പോ അല്ലെ, പബ്ലിക് ബ്ലോക്ക് ചെയിനിൽ യൂസ് ചെയ്യുമ്പോൾ അവിടെ നിർബന്ധമായിട്ടും എന്ത് വേണം, അവിടെ നിർബന്ധമായിട്ടും എന്ത് വേണം, അവിടെ നിർബന്ധമായിട്ടും എന്ത് വേണം, നമുക്ക് ടൈപ്പ് ചെയ്യാവോ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മള് പബ്ലിക് ബ്ലോക്ക് ചെയിനിൽ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത്, ഒരു സ്മാർട്ട് കോൺട്രാക്ട് അപ്രൂവൽ കൊടുക്കുന്ന സമയത്ത്, ഒരു ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് ഒരു സാധനം ആവശ്യമുണ്ട്. എന്താണ് സാധനം? ക്രിപ്റ്റോ അല്ലെ? ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ. ഗ്യാസ് ഫീ. ഗ്യാസ് ഫീസ് ആവശ്യമാണ്. എന്തായാലും ക്രിപ്റ്റോ എന്ന് പറഞ്ഞാലും ഗ്യാസ് ഫീ എന്ന് പറഞ്ഞാലും രണ്ടും ഓക്കെയാണ്. ഓക്കെ, അപ്പോ എന്തായാലും രണ്ടും രണ്ടാണ് കേട്ടോ, അത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടും രണ്ടാണ്. ഗ്യാസ് ഫീ എന്ന് പറയുന്നതും ക്രിപ്റ്റോ എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് ഇത്തരത്തിലൊരു സ്മാർട്ട് കോൺട്രാക്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ, പൂർണ്ണമായി എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതൊരു പബ്ലിക് ബ്ലോക്ക് ചെയിനിലാണെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും എന്ത് വേണം, ക്രിപ്റ്റോ കറൻസി നിർബന്ധമായിട്ടും വേണം. അപ്പോ ഏത് തരത്തിലുള്ള ക്രിപ്റ്റോകളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാല്, ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഏത് നെറ്റ്വർക്ക് ആണോ സെലക്ട് ചെയ്യുന്നത്, ഏത് ബ്ലോക്ക് ചെയിൻ ആണോ സെലക്ട് ചെയ്യുന്നത്, ആ ബ്ലോക്ക് ചെയിന് അനുസരിച്ചിട്ടുള്ള ആ ഒരു ബ്ലോക്ക് ചെയിനിന്റെ ക്രിപ്റ്റോ കറൻസി, ആ കോയിൻ നമുക്ക് എന്ത് വേണം, അവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവണം. ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മളിവിടെ പോളിഗന്റെ ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് വരുന്നത്, പോളിഗൺ ഇവിടുത്തെ ഒരു ഗ്യാസ് ഫീസ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ എലമെന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു സ്മാർട്ട് കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം, പോളിഗൺ വേണം. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇവിടെ ഇൻകം കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമുക്ക് എന്ത് വേണം? സുഭാഷ് ബ്രോ പറയുന്നുണ്ട് USDT വേണമെന്നുള്ളത്, പ്രവീൺ ബ്രോ പറയുന്നുണ്ട് USDT വേണമെന്നുള്ളത്. ബാക്കി താഴെയുള്ള ആരെങ്കിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ എന്തായാലും ഓക്കെ. ആർക്കൊക്കെ USDT വേണം? എല്ലാരും ഒരു ലൈക്ക് അടിച്ച് USDT വേണ്ടിവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച്. തഫ്സിയൊക്കെ പെട്ടെന്ന് ലൈക്ക് അടിക്കും, കാരണം തഫ്സിക്കൊക്കെ USDT നിർബന്ധമായിട്ടും വേണ്ട ആൾക്കാരാണ്. ഒരുപാട് ലൈക്ക് വരുന്നുണ്ട്. ലൈക്ക് അടിക്കുന്നവർക്കൊക്കെ USDT ആവശ്യം ഉണ്ട് എന്നുള്ളതാട്ടാ. ഇനി ഉള്ളില് ഈ പറഞ്ഞ പോലെ ഞാൻ ലൈക്ക് അടിക്കണ്ട, എനിക്ക് USDT എന്തായാലും കിട്ടുന്ന ഒരു മൈൻഡ് സെറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അതൊക്കെയാണ് ആദ്യം മാറ്റേണ്ടത്. എപ്പോഴും നമ്മൾ ഫസ്റ്റ് മാറ്റേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, മൈൻഡ് സെറ്റ് ആണ് അല്ലെ. USDT വേണം, നമുക്കൊക്കെ USDT വേണമെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ഞാൻ അറ്റൻഡ് ചെയ്യുന്ന മോർണിംഗ് സെഷനുകളിലൊക്കെ ഞാൻ നല്ല എക്സൈറ്റ്മെന്റോട് കൂടിയിട്ടായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്ക് അവിടുന്ന് പല കാര്യങ്ങളും കിട്ടും. ഇപ്പൊ ഇന്നലെ ഷാജഹാൻ സാറ് പറഞ്ഞൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, അവസരോചിതമായിട്ടൂടെ സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ നിർമ്മല സീതാരാമൻ, നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞ ഒരു കാര്യം, എത്ര പേര് അത് ഇന്നലെ ആ ഒരു കാര്യം പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവൂ. ആ പറഞ്ഞ കാര്യം ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, ആ ശ്രദ്ധിച്ച ആൾക്കാരുണ്ടെങ്കിൽ, ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞൊരു കാര്യമാണ്, ബാങ്കിങ്ങിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആ കാര്യം മൈൻഡിലേക്ക് കയറിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്യാവോ? സുഭാഷ് ബ്രോ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ഷെഫീഖ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും സുഭാഷ് ബ്രോ ജസ്റ്റ് മനസ്സിലായ കാര്യം ഒന്ന് പറയാവോ? ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ആദ്യം എംപവർ ഫാമിലി പ്രത്യേകിച്ച് അനസർ ഇപ്പൊ എന്നെ ഇതിലേക്ക് മാത്രമായിട്ടും ചുരുങ്ങാൻ പോകുന്നു, ബാങ്കിൽ ഇങ്ങനെ ഇനി നടക്കുന്നുണ്ട് എന്നുള്ള ന്യൂസാണ് ഞാൻ കണ്ടിട്ടത്. അത് സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. എനിക്ക് അതിനെ കുറിച്ച് അതാണ് മനസ്സിലായത്. അതിന് കൂടെ ഇന്നലെ സാറ് പറഞ്ഞപ്പോ അത് ടച്ച് ചെയ്തായിട്ട് തോന്നി. ഓക്കെ, താങ്ക് യു.
എന്തായാലും ഒരാളെ മാത്രമേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, ചൂസ് ചെയ്യുന്നുള്ളൂ. എന്തായാലും വളരെയധികം സന്തോഷം. നമ്മുടെ സൂം യൂസർ, സാറിന്റെ പേര് എനിക്കറിയില്ല, സാറ് ഒരു തവണ എനിക്ക് ഫീഡ്ബാക്ക് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ സാർ, എന്തായാലും പേര് കൂടെ ഒന്ന് എഴുതി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും കേട്ടോ. അതിന്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് കണ്ടാൽ മതി. ഓക്കെ, അപ്പോ എന്തായാലും ഒരു 3 ബാങ്കുകളായിട്ട് പ്രജിത് ബ്രോ ഒക്കെ ഇവിടെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, അബ്ദുട്ടി സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, അഷ്റഫ് ഖാൻ ഒക്കെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും വളരെയധികം സന്തോഷം, നിങ്ങൾ എല്ലാവരും റിയാക്ട് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോ 3 ബാങ്കുകളായിട്ട് ചുരുങ്ങുന്നുണ്ടെങ്കിൽ, ഇന്നലെ ഷാജഹാൻ സാർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, കുറെ ആൾക്കാര് ബാങ്കിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ ട്രെയിനിങ്ങുകളൊക്കെ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമാണ്. 3 ബാങ്കുകളായിട്ട് ചുരുങ്ങുമ്പോൾ അവിടെ എത്രത്തോളം ആൾക്കാരുടെ ജോലി പോകുമെന്നുള്ള ഒരു കാര്യം നമ്മൾ ചിന്തിച്ചു നോക്കുക. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ആമസോൺ എന്ന് പറയുന്ന ഭീമന്മാർ എന്ത് ചെയ്യുന്നുണ്ട്, 30,000-ഓളം പേരെ പിരിച്ചുവിടുന്നുണ്ട്. അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരെല്ലാരും തന്നെ എന്ത് ചെയ്യാൻ പോവാണ് AI-യിലേക്ക്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോട് കൂടിയിട്ട് അവിടെ നിർമ്മിത ബുദ്ധിയാണ് ഏറ്റവും കൂടുതൽ അവർക്ക് ആവശ്യം എന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്, തോന്നിയിട്ടുണ്ട്. അപ്പോ ഇവിടെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഹ്യൂമനെ റീപ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് ഈസി ഒന്നുമല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ AI-യേക്കാൾ മുകളിലേക്ക് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പഠിക്കുന്നവർക്ക് എന്തുണ്ടാവും, എക്കാലവും ജോലി ഉണ്ടാവും. നമ്മള് മുമ്പ് മെഷീനറീസ് വന്നപ്പോൾ നമ്മുടെ കായികപരമായിട്ട് ചെയ്യേണ്ട ജോലികളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കടന്നു വന്നതോട് കൂടിയിട്ട് പുതിയ പുതിയ ആൾക്കാർക്കൊന്നും അവസരങ്ങളില്ല. ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മളെല്ലാവരും തന്നെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു Web3-യുടെ ഭാഗമായിട്ടുള്ള ഓണർഷിപ്പിലേക്കൊക്കെ കടക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാല് വരുമാനം ആഗ്രഹിക്കുന്ന, കുടുംബം നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മളെല്ലാവരും ആ ഒരു രീതിയിൽ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ദൈവം നമ്മളെ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോ ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഓരോ വ്യക്തികളും എന്താ പറയാ, ദൈവത്തോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാ, അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിനോട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാ. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു വന്ന കുറച്ച് പോയിന്റുകൾ ഉണ്ട്. ആ പോയിന്റുകളിൽ നിന്ന് ഞാൻ ജസ്റ്റ് മാറിയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഇതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇനി ഞാൻ പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ജസ്റ്റ് ആരെങ്കിലും ഒരാൾ ടൈപ്പ് ചെയ്യാവോ? പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാ, ടൈപ്പ് ചെയ്യാം. ഇനി ഞാൻ പറയേണ്ട കാര്യം എന്താണെന്നുള്ളതും കൂടി പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാം, ധന്യമാവും. Web3 നമ്മൾ ഓൾറെഡി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ Web3-യുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി പറയേണ്ട കാര്യത്തെയാണ് ക്രിപ്റ്റോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു നമ്മൾ പറഞ്ഞു വന്നത് ഒരു ആശയമാണ് എന്ത്, ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത്. അതിനെ ഉപയോഗിച്ചിട്ടുള്ള മെക്കാനിസമാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. അതിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കാര്യമാണ് എന്ത്, സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ, നെക്സ്റ്റ് ആയിട്ട് ഇതൊരു പബ്ലിക് ബ്ലോക്ക് ചെയിനിലാണെങ്കിൽ അവിടുത്തെ ഗ്യാസ് ഫീ ആയിട്ട്, അവിടെ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് ആ ഒരു ട്രാൻസാക്ഷൻ എലമെന്റ് ആയിട്ട് ഏത് ബ്ലോക്ക് ചെയിൻ ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, ആ ബ്ലോക്ക് ചെയിനിന്റെ ഭാഗമായിട്ടുള്ള ക്രിപ്റ്റോ കറൻസിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അത് മാത്രമല്ല അവിടെ ഏത് രീതിയിലാണോ ഈ ഒരു കാര്യത്തെ പേ ഔട്ട് ആയിട്ട് നമുക്ക് കിട്ടേണ്ടത്, അതിപ്പോ എന്താ പറയാ, ചിലരൊക്കെ ആ സെയിം എന്താ പറയാ, തീർച്ചയായിട്ടും പ്രോജക്റ്റിന്റെ വാല്യൂ എന്തായാലും പറയും. ആ ഒരു സെയിം ക്രിപ്റ്റോ കറൻസി വെച്ചിട്ട് നടക്കുന്ന പ്രോഗ്രാമുകൾ ഉണ്ട്, സ്റ്റേബിൾ കോയിനുകൾ വെച്ചിട്ട് നടക്കുന്ന പ്രോഗ്രാം ഉണ്ട്. നമ്മുടെ കോയിൻ ഫോർജ് എന്ന് പറയുന്ന പ്രോഗ്രാമിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിൽ നമ്മളൊരു സ്റ്റേബിൾ ടോക്കൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ടോക്കണും കോയിനും തമ്മിൽ വ്യത്യാസം ഉണ്ട് എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ക്രിപ്റ്റോ കറൻസിയുടെ കാര്യം പറയുന്നത് കൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഓക്കെ, കോയിൻ എന്ന് പറയുമ്പോൾ സ്വന്തമായി ബ്ലോക്ക് ചെയിൻ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, കോയിൻ എന്ന് പറയുന്നത്. USDT എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കോയിൻ അല്ല, ഒരു ടോക്കൺ ആണ്. കാരണം സ്വന്തമായി നെറ്റ്വർക്ക് ഇല്ലാത്തത് കൊണ്ടും അതിനെ എത്ര വേണമെങ്കിലും മിന്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത് കൊണ്ടുമാണ് അതിനെ എന്ത് ചെയ്യുന്നത്, ടോക്കൺ എന്നുള്ള ഒരു കാര്യം പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ടോക്കണും കോയിനും രണ്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. സ്വന്തമായിട്ട് നെറ്റ്വർക്ക് ഇല്ലാത്തതിനെ ടോക്കൺ എന്നും സ്വന്തമായി നെറ്റ്വർക്ക് ഉള്ളതിനെ കോയിൻ എന്നുമാണ് നമ്മൾ പറയാ. ഓക്കെ, എന്താണ് ക്രിപ്റ്റോ കറൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ മണിയാണ്. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ മണി മാത്രമാണ്. ഓക്കെ, അതിനെ ബിൽഡ് ചെയ്തിട്ടുള്ളത് എന്തിലാണ്,
ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ടെക്നോളജിയിലാണ്. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എൻക്രിപ്റ്റഡ് കറൻസി ആയിട്ടാണ് അല്ലെ. ക്രിപ്റ്റോഗ്രഫിയിൽ യൂസ് ചെയ്യുന്ന എൻക്രിപ്റ്റഡ് കറൻസി ആയിട്ടാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു മിഡിൽമാന്റെ സഹായമില്ലാതെ അല്ലെങ്കിൽ ഒരു അൺഓതറൈസ്ഡ് ആക്സസ് നടക്കാതെ നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ്, സെക്യൂർ ട്രാൻസാക്ഷൻ ആണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ബാങ്കിന്റെ പ്രിന്റിങ് കൺട്രോൾ ഒന്നും ഇല്ലാതെ തന്നെ നടക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. നമുക്കിവിടെ എന്ത് വേണ്ട, ഒരു പ്രിന്റിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും വേണ്ട. അത് തന്നെയാണ് ഡീസെൻട്രലൈസ്ഡ് ക്രിപ്റ്റോ കറൻസികളുടെ ഏറ്റവും വലിയ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു കോയിൻ ഫോർജ് എന്ന് പറയുന്ന പ്രൊജക്ടിനകത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് USDT എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസിയാണ്. നമുക്ക് റിവാർഡുകളായിട്ട് നമ്മൾ റിസീവ് ചെയ്യുന്നതും എന്താണ്, ക്രിപ്റ്റോ കറൻസികളാണ്. ഓക്കെ, അപ്പോ ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എന്തുകൊണ്ട് ഇതില് ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇല്യാസ് സാറിന്റെ ഒരു സെഷനിൽ ഇല്യാസ് സാർ കൃത്യമായിട്ട് ആ കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് പറഞ്ഞത്? ആർക്കെങ്കിലും ഒക്കെ ഓർമ്മയുണ്ടോ എന്തുകൊണ്ടാണ് നമ്മുടെ പ്രൊജക്റ്റിനകത്ത് ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്? പറഞ്ഞത് ആർക്കെങ്കിലും ഒക്കെ ഓർമ്മയുണ്ടോ? ടൈപ്പ് ചെയ്യാവോ ആരെങ്കിലും? സിമ്പിൾ വേർഡാണ്, വളരെ സിമ്പിൾ വേർഡാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ കോയിൻ ഫോർജ് എന്ന് പറയുന്ന പ്രൊജക്റ്റിനകത്ത് ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്തിട്ടുള്ളത്? സാനദേ വന്നു, ചാറ്റ് ബോക്സ് കാണില്ല എല്ലാവർക്കും? ഓക്കെ, ഇത്രയേ ഉള്ളൂ. അതായത് ഈ ഒരു കാര്യം ഒരു സീറോ ബോർഡർ റെസ്ട്രിക്ഷൻസ് ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ക്രിപ്റ്റോ കറൻസി ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഗ്ലോബലി എവിടെ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാകാൻ സാധിക്കും എന്ന് നമ്മൾ എടുത്തു പറയുന്നതിന്റെ കാര്യം, ഇതിലെ ഇൻകം ആയിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു സീറോ ബോർഡർ റെസ്ട്രിക്ഷൻസ് ഉള്ള, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റന്റ് ട്രാൻസാക്ഷൻ നടക്കുന്ന, ഒരു ഗ്ലോബൽ പേയ്മെന്റ് ആക്സസ് ഉള്ള ഒരു ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ഒരു എലമെന്റ് ഇതിൽ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, നേരെ മറിച്ച് ഇതിൽ $US മാത്രം കിട്ടുക വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞാനൊന്നും ഈ പ്രൊജക്ട് ചെയ്തു എന്ന് വരില്ല. ഇതിൽ ഇന്ത്യൻ മണി മാത്രം കിട്ടുക വെച്ച് കഴിഞ്ഞാൽ ഒരു US പൗരൻ ചിലപ്പോൾ ഇത് ചെയ്യണമെന്നില്ല. പക്ഷെ ഇവിടെ കിട്ടുന്നത് ക്രിപ്റ്റോ കറൻസി ആണ്. ലോകത്തിലെ എല്ലായിടത്തും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത്, ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ ഒരു കോർ ബെനിഫിറ്റ് എന്താന്ന് നോക്കിക്കഴിഞ്ഞാല്, ഇവിടെ ഒരു ബാങ്കോ അല്ലെങ്കിൽ ഒരു മിഡിൽ മാനോ ഹെൽപ്പ് നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, അത് മാത്രമല്ല ഇവിടെ നമ്മൾ ഫാസ്റ്റ് ഗ്ലോബൽ പേയ്മെന്റ് നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അല്ലെ. നമുക്കിവിടെ ഈസി കൺവേർഷൻ ആൻഡ് ട്രാക്കിംഗ് നടക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് അല്ലെ. ഈസി ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ USDT എന്ന് പറയുന്ന ഒരു ക്രിപ്റ്റോ കറൻസി ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഏത് ക്രിപ്റ്റോ കറൻസിയിലേക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റിയെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഏതൊരു നമ്മുടെ യൂസ് ചെയ്യുന്ന ലൈക്ക് പേപ്പർ കറൻസിയിലേക്ക്, ഓരോ കൺട്രിയുടെ ഓരോ രാജ്യത്തിന്റെ കറൻസിയിലേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അത് മാത്രമല്ല ഇവിടെ നമുക്ക് എത്ര വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അല്ലെ. നമുക്കൊരു ബാങ്കിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പരിമിതികൾ ഉണ്ടെങ്കിൽ, ഒരു ക്രിപ്റ്റോ കറൻസി ആണെങ്കിൽ അതിന് യാതൊരു തരത്തിലുള്ള പരിമിതികൾ ഇല്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, അപ്പോ ഇവിടെ ശരിക്കും പറഞ്ഞാല് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു 4 പോയിന്റുകൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ഒരു കാര്യമാണ്. ഫസ്റ്റത്തെ കാര്യം എന്താണ്, ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന ഒരു ആശയമാണെങ്കിൽ, ആശയത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള മെക്കാനിസമാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യമാണ് എന്ത്, സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത്. നാലാമതായിട്ട് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഇതിന്റെ ട്രാൻസാക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന എലമെന്റ് ആണ് എന്ത്, ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാല്, നമ്മുടെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാല്, ഇവിടെ ഓരോ വ്യക്തികൾക്കും വെരിഫൈ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാമാണ്. ഇവിടുത്തെ ഓരോ കാര്യങ്ങളെയും കൃത്യമായി രേഖപ്പെടുത്തുന്ന, സ്റ്റോർ ചെയ്യുന്ന ബ്ലോക്കുകളുള്ള ഒരു ബ്ലോക്ക് ചെയിനിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇൻസ്റ്റന്റ് പേ ഔട്ട്, മാനുവൽ വർക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, സ്മാർട്ട് കോൺട്രാക്റ്റുകളെ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ജോയിനിങ്ങിനായിട്ടും നമ്മുടെ വിഡ്രോവലിനും ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ക്രിപ്റ്റോ കറൻസിയാണ്. അത് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് എന്താണ്, USDT എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറയാനുള്ളത്. എന്തായാലും നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ വന്ന് എത്തിയിട്ടുള്ളത്, ചിലപ്പോ ചിലരൊക്കെ വന്ന് പെട്ടിട്ടുള്ളതെന്ന് പറയും അല്ലെ, വന്ന് പെട്ടിട്ടുള്ളതല്ല,
വന്നെത്തിയിട്ടുള്ളതാണ്. ഓക്കെ, വന്ന് പെട്ടതാണെങ്കിൽ ആദ്യം നിങ്ങൾക്ക് തോന്നും ഇതിൽ നിങ്ങൾ വന്ന് പെട്ടതാണെന്നുള്ളത്. പക്ഷെ ഇതിന്റെ റിയൽ ബ്യൂട്ടി മനസ്സിലാക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോ വ്യക്തികൾക്കും മനസ്സിലാവും ഞാൻ ഇതിൽ വന്ന് പെട്ടതല്ല, ഞാൻ ഇതിൽ വന്നെത്തിയതാണ്. കാരണം ദൈവത്തിന്റെ ഒരു നിയോഗം ഉണ്ടായിരുന്നു. എനിക്ക് നേരത്തെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഈ ഒരു Web3 പ്രോഗ്രാമിന്റെ ഭാഗമാകാനുള്ള അവസരം എൻ്റെ ഒരു കൂട്ടുകാരനിലൂടെയോ അല്ലെങ്കിൽ എൻ്റെ ഒരു കുടുംബത്തിലൂടെയോ അല്ലെങ്കിൽ എനിക്ക് പോലും അറിയാത്ത ഒരു സ്ട്രേഞ്ചറിലൂടെയോ ഞാൻ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മനുഷ്യൻ ഒരു നിയോഗമായിട്ടാണ് എന്നിലേക്ക് വന്നിട്ടുള്ളത്. എന്നിലേക്ക് എത്തിയിട്ടുള്ള ഈ ഒരു പ്രൊജക്റ്റിനെ ഞാൻ എത്രത്തോളം സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുന്നോ അത്രത്തോളം എനിക്ക് നല്ല രീതിയിൽ വരുമാനം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു പ്രൊജക്റ്റിലേക്ക് നിങ്ങൾ ഓരോ വ്യക്തികളും എത്തിയിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഈ ഒരു പ്രൊജക്റ്റിന്റെ കാര്യമാണെങ്കിൽ, ഈ പ്രൊജക്റ്റിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏതൊരു വ്യക്തിയും അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട 4 കാര്യങ്ങളാണ് അല്ലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേസിക് ആണ് ഞാൻ പറയുന്നത്. ഏറ്റവും ബേസിക് എന്ന് പറയുമ്പോൾ ഇത് എല്ലാവർക്കും റിപ്പീറ്റ് ചെയ്തിട്ടൊക്കെ കേട്ടിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷെ ഇത് ഒന്നുകൂടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എത്രത്തോളം നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. എത്രത്തോളം ഇതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഇതിനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യണം, പഠിച്ചെടുക്കണം. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ക്ലയന്റ്, നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന കസ്റ്റമർ ഏത് രീതിയിലുള്ള വ്യക്തിയാണോ ആ വ്യക്തിക്ക് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, മാറാൻ സാധിക്കണം അല്ലെ. ആ ഒരു രീതിയിൽ മാറുമ്പോൾ മാത്രമേ നമുക്ക് അവിടെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു റിസൾട്ട് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോ ഒന്നും അറിയാത്ത ഒരാളുടെ അടുത്ത് പോയിട്ട് നമ്മൾ കുറെ ബ്ലോക്ക് ചെയിനും കുറെ ഡീസെൻട്രലൈസേഷനും കുറെ സ്മാർട്ട് കോൺട്രാക്റ്റിനെയും കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് യാതൊരു ഐഡിയ ഉണ്ടാവില്ല. എല്ലാം അറിയുന്ന ആളുടെ അടുത്ത് പോയിട്ട് നമ്മൾ നാടൻ ശൈലിയിൽ ഒരു പ്ലാൻ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും ക്ലോസിംഗ് ആവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് മാറാൻ തയ്യാറാവുക. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മുൻവിധിയോട് കൂടിയിട്ട് നമ്മൾ ഒരു കാര്യത്തെയും കാണാതിരിക്കുക. ഓക്കെ, മുൻവിധിയോട് കൂടിയിട്ട് ഒരു കാര്യത്തെയും കാണാതിരിക്കുക, അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, എന്തൊരു കാര്യമാണെങ്കിലും അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് ഈ ഒരു കോയിൻ ഫോർജ് എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ കയ്യിലേക്ക് എന്തൊരു കാര്യം എത്തുന്നുണ്ടെങ്കിലും ഏതൊരു കാര്യം എത്തുന്നുണ്ടെങ്കിലും അതിനെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഓക്കെ, ആ രീതിയിൽ എല്ലാവർക്കും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ പ്രൊജക്റ്റിന്റെ വലുപ്പം നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു പ്രൊജക്റ്റിന്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഹസീം സാറ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിൽ നിന്ന് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും വളരെയധികം എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് അതിനെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ അതിനെ കാത്തിരിക്കാൻ ഇത്രയും എക്സൈറ്റ്മെന്റോട് കൂടി കാത്തിരിക്കാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഞാൻ ഇതിന്റെ തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ള പ്രിവ്യൂസ് ആയിട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ മെറ്റാഫോഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാമിനെ കുറിച്ച് കൃത്യമായി അറിയുന്നത് കൊണ്ടാണ്. ഓക്കെ, മെറ്റാഫോഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാമിനകത്ത് നമുക്ക് നല്ല രീതിയിൽ അൺലിമിറ്റഡ് ആയിട്ട് വരുമാനം ഏൺ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അതിലൂടെ നമുക്ക് ഒരുപാട് ടോക്കൺസ് ഏൺ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. അതിലൂടെ റോയൽറ്റി നേടാനുള്ള അവസരം ഉണ്ടായിരുന്നു. അതിലൂടെ NFT കിട്ടിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് നമുക്ക് വെച്ച് കഴിഞ്ഞാല് അതെല്ലാം എനിക്കൊരു 3 വർഷം കൊണ്ടാണ് സാധിച്ചെന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഈ ഒരു മേഖല അല്ലെ എപ്പോഴും ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കായിരിക്കും നമ്മളെല്ലാവരും പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെ. അപ്പോ എന്തുകൊണ്ട് ഈ ഒരു കോയിൻ ഫോർജിനെ ഈ ഒരു എംപവർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഏറ്റെടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിനുള്ള ഒരേ ഒരു ഉത്തരം അതിനേക്കാൾ എമർജിങ് ആയിട്ട് അതിനേക്കാൾ അതിവേഗത്തില് വളരുന്ന ഒരു പ്രൊജക്റ്റ് ആയിട്ട് കോയിൻ ഫോർജ് മാറും, അല്ലെങ്കിൽ ആ മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്, അതിന്റെ റോഡ് മാപ്പ് കാര്യങ്ങളൊക്കെ നോക്കി അതിനെ കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രൊജക്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ഏറ്റെടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു 7 മാസം മുമ്പ് നമ്മുടെ ഈ ഒരു പ്രൊജക്ട് വരുന്ന സമയത്ത് ഒരുപാട് പേര് കളിയാക്കാനുണ്ടായിരുന്നു, ഒരുപാട് പേര് തളർത്താനുണ്ടായിരുന്നു. പക്ഷെ ആ കളിയാക്കലുകളിലും ആ തളർത്തലുകളിലും എംപവർ കമ്മ്യൂണിറ്റി തളരാതെ പിടിച്ചു നിന്നത് കൊണ്ട് 7 മാസം പിന്നിടുന്ന സമയത്ത് 8ാമത്തെ മാസത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക ഇവിടെ നമുക്ക് അവര് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രൊജക്റ്റ് നമുക്ക് ഓഫർ ചെയ്തിട്ടുള്ള അവരുടെ 2ാമത്തെ പ്രോഗ്രാം എന്ത് ചെയ്യുന്നുണ്ട്, ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ആ ഒരു പ്രീമിയം സ്മാർട്ട് കോൺട്രാക്റ്റിന് വേണ്ടി നിങ്ങൾ എല്ലാവരും കരുതിയിരിക്കുക. കാരണം എന്ന് പറയുന്നത് അതിലൂടെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഓരോ വ്യക്തി, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഓരോ വ്യക്തിയിൽ നിന്നും നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് വരുമാനം നേടിയെടുക്കാനുള്ള, നമ്മൾ ജസ്റ്റ് സ്പോൺസർ ചെയ്തിട്ടുള്ള എത്ര വ്യക്തികളുണ്ടോ അവരിൽ നിന്നൊക്കെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് നേടിയെടുക്കാനുള്ള ഒരു അവസരം എന്തുണ്ട് ഇവിടെ
ഉണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ ഓരോ വ്യക്തികളും കൃത്യതയോടുകൂടി മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൗണ്ട് വർക്ക് നിങ്ങൾ ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ അതിൽ നല്ല രീതിയിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു ജനുവരിയോട് കൂടിയിട്ട് നമ്മുടെ റോയൽറ്റി കൂടി നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, നമുക്ക് എല്ലാവർക്കും റോയൽറ്റി കിട്ടണമെങ്കിൽ നമുക്ക് ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, നമ്മുടെ ഈ ഒരു 6 കോൺട്രാക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യാത്ത ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ ഉണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ടും ആ ഒരു 6 കോൺട്രാക്റ്റുകൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. കാരണം വെച്ച് കഴിഞ്ഞാല് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ മെറ്റാഫോഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മുടെയൊക്കെ കമ്മ്യൂണിറ്റിയുടെ അകത്ത് നമ്മൾ നിരന്തരം വാത്തോരാതെ സംസാരിച്ചിരുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇതിന്റെ ടോക്കൺസ് മാക്സിമം കളക്ട് ചെയ്ത് വെക്കുക, നിങ്ങൾ ഇതിന്റെ റോയൽറ്റി നേടുന്ന വ്യക്തികളായിട്ട് മാറുമെന്ന് പറയുമ്പോൾ അതിനെ മാറ്റി നിർത്തി അതിനെ റിഗ്രറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഇന്ന് ഒരുപാട് പേരുണ്ട്. അത് അനുഭവം കൊണ്ട് പറയണം. ഒരുപാട് പേര് അതിൽ റിഗ്രറ്റ് അടിച്ചിരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു കോയിൻ ഫോർജ് എന്ന് പറയുന്ന പ്രൊജക്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ അതേപോലെയാണ് നമ്മൾ പെരുമാറാൻ ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ, നാളെ കോയിൻ ഫോർജ് ചെയ്തിട്ട് റിഗ്രറ്റ് അടിക്കുന്ന വ്യക്തികൾ നമ്മൾ ഓരോ വ്യക്തികളായിട്ട് മാറും. അതുകൊണ്ട് തന്നെ നമ്മൾ റിഗ്രറ്റ് അടിക്കുന്ന വ്യക്തികൾ ആയി മാറാതെ അതിന്റെ ഓരോ എന്താ പറയാ ഓരോ എസെൻസും അതിൽ നിന്ന് കിട്ടുന്ന ഓരോ കാര്യങ്ങളെയും കൃത്യതയോടുകൂടി ആസ്വദിക്കുന്ന വ്യക്തികളായിട്ട് മാറാന് നിങ്ങൾ ഇതിന്റെ മാക്സിമം കാര്യങ്ങൾ എന്ത് ചെയ്യുക, എൻജോയ് ചെയ്യുക. കാരണം ഇതിന്റെ 6 കോൺട്രാക്റ്റുകൾ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി ആക്ടിവേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യുക. 5 ഡയറക്റ്റ് റെഫറൻസ് മിനിമം ഇല്ലാത്തവര് അതിലേക്കുള്ള ഫോക്കസ് ചെയ്യുക. നിങ്ങൾ റോയൽറ്റിയിലേക്ക് എന്ത് വില കൊടുത്ത് ഞാൻ ഇതിന്റെ പ്രീമിയം സ്മാർട്ട് കോൺട്രാക്ട് വന്നു കഴിഞ്ഞാൽ അത് അടിച്ചെടുത്ത് എന്റെ ടീമിനെ കൊണ്ട് ഞാൻ അത് ചെയ്യിപ്പിച്ചതിന് ശേഷം ഞാൻ എന്ത് വില കൊടുത്തു ഞാൻ ഈ ഒരു റോയൽറ്റി കൂടി അച്ചീവ് ചെയ്യുമെന്നുള്ള ആ ഒരു ദൃഢ പ്രതിജ്ഞയോട് എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോ വ്യക്തികളും മുന്നോട്ട് പോവുക. എന്തായാലും എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.